ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. മിദിയാൻകാരെ തോൽപ്പിക്കുന്നു. 25 വചനഭാഗങ്ങളിൽ നിന്ന് 56 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചത് ആരെല്ലാം? ഗിദയോനും സംഘവും. 2. ഗിദയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് പാളയമടിച്ചത് എവിടെ? ഹാരോദ് നീരുറവയ്ക്ക് സമീപം. 3. മിദിയാന്റെ താവളം എവിടെയായിരുന്നു? വടക്ക് മോറിയ കുന്നിന്റെ താഴ്വരയിൽ. 4. നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. കർത്താവ് ആരോട് പറഞ്ഞതാണിത്? ഗിദയോനോട്. 5. മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് കർത്താവ് ഗിദയോനോട് പറയാനുള്ള ഒരു കാരണമായി 7:2 പറയുന്നത് എന്ത്? നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ. ഇവിടെ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഗിദയോന്റെ കൂടെയുള്ള സംഖ്യ അധികമായതിനാൽ. 6. നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് കർത്താവ് ഗിദയോനോട് പറയാനുള്ള രണ്ടാമത്തെ കാരണം. കർത്താവ് പറയുന്നു, സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് എൻ്റെ നേരെ നോക്കി നിങ്ങൾ വീമ്പടിച്ചേക്കും. അതുകൊണ്ട്. 7. ഭയന്ന് വിറയ്ക്കുന്നവർ എവിടേക്ക് തിരിച്ചു പോകണം എന്നാണ് കർത്താവ് ജനത്തോട് പറയാൻ ഗിദയോനെ പറഞ്ഞേൽപ്പിച്ചത്? സ്വന്തം വീടുകളിലേക്ക്. 8. ഭയന്ന് വീടുകളിലേക്ക് തിരിച്ചു പോയവർ എത്ര? 20,000 പേർ. 9. 20,000 പേർ വീടുകളിലേക്ക് തിരിച്ചു പോയതിനു ശേഷം എത്ര പേരാണ് അവശേഷിച്ചത്? 10,000 പേർ. 10. 4-ാം വചനത്തിൽ കർത്താവ് ഗിദയോനോട് വീണ്ടും പറഞ്ഞതെന്ത്? ജനങ്ങൾ ഇപ്പോഴും അധികമാണ്. 11. ജനങ്ങളെ വീണ്ടും എങ്ങോട്ട് കൊണ്ടുവരാനാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? ജലാശയത്തിലേക്ക്. 12. ജലാശയത്തിലേക്ക് ജനങ്ങളെ വീണ്ടും കൊണ്ടുവരേണ്ടത് എന്തിന്? ഗിദയോന് വേണ്ടി പരിശോധിക്കാൻ. 13. പരിശോധിച്ച് തിരഞ്ഞെടുക്കുവാൻ കർത്താവ് പറഞ്ഞ നിബന്ധന എന്ത്? ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ പോരട്ടെ. പോരണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരണ്ട. 14. നീ മാറ്റി നിർത്തണം എന്ന് കർത്താവ് ഗിദയോനോട് പറഞ്ഞത് ആരെ? നായയെ പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ. 15. വേറെ നിർത്തുക എന്ന് കർത്താവ് പറഞ്ഞതാരെ? മുട്ടുകുത്തി കുടിക്കുന്നവരെ. 16. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ എത്ര? 300 പേർ. 17. ആരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും എന്നാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട്. 18. ഗിദയോന്റെ കയ്യിൽ ആരെ ഏൽപ്പിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്? മിദിയാൻകാരെ. 19. ഗിദയോൻ ജനത്തിൽ നിന്ന് ശേഖരിച്ചത് എന്തെല്ലാം? കാഹളങ്ങളും ഭരണികളും. 20. 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലരെ തിരിച്ചയച്ചത് എവിടേക്ക്? സ്വന്തം കൂടാരങ്ങളിലേക്ക്. 21. മിദിയാൻകാരുടെ താവളം എവിടെയായിരുന്നു? താഴ്വരയിൽ. 22. എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക, ഞാൻ അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞതാരോട്? ഗിദയോനോട്. 23. ഗിദയോന്റെ ഭൃത്യന്റെ പേര്? പൂര. 24. നിനക്ക് ഭയമാണെങ്കിൽ ആരെ കൂടെ കൂട്ടുവാനാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? ഭൃത്യൻ പൂരായെ. 25. ആര് പറയുന്നത് കേൾക്കുക എന്നാണ്
കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? ഭൃത്യൻ പൂര. 26 ഭൃത്യനായ പൂരായോടുകൂടി പുറം താവളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് ആര്? 300 പേർ. 27 പുറം താവളത്തിൽ ഉണ്ടായിരുന്നത് ആരെല്ലാം? മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ. 28 മിദിയാൻകാരുടെയും അമലേക്യരുടെയും പൗരസ്ത്യരുടെയും കൂട്ടത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? വെട്ടുകിളികൾ പോലെ അസംഖ്യം എന്നതിനോട്. 29 കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നത് എന്ത്? ഒട്ടകങ്ങൾ. 30 സ്നേഹിതനോട് സ്വപ്നം വിവരിക്കുന്നത് കേട്ട് ചെന്നതാര്? ഗിദയോൻ. 31 മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടിയതെന്ത്? ഒരു ബാർലിയപ്പം. 32 ബാർലിയപ്പം കൂടാരത്തിന്മേൽ തട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലംപരിചായി. 33 ബാർലിയപ്പം എന്താണെന്നാണ് സ്വപ്നം കേട്ട് നിന്ന സ്നേഹിതൻ പറഞ്ഞത്? ഗിദയോന്റെ വാൾ. 34 ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്നാണ് 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്? ഗിദയോന്റെ കൈകളിൽ ദൈവം മിദിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. 35 ഗിദയോൻ ദൈവത്തെ വണങ്ങിയത് എപ്പോൾ? സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ. 36 സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഇസ്രായേലിൻ്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്നതാര്? ഗിദയോൻ. 37 എഴുന്നേൽക്കുവിൻ, കർത്താവ് മിദിയാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗിദയോൻ ഇത് പറഞ്ഞത് ആരോട്? താവളത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോട്, അതായത് 300 പേരോട്. 38 ഗിദയോൻ 300 പേരെ എത്ര ഗണമായി തിരിച്ചു? 3 ഗണമായി. 39 3 ഗണമായി തിരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൈകളിൽ ഗിദയോൻ കൊടുത്തതെന്ത്? കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും. 40 കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് ഗിദയോൻ പറഞ്ഞതെന്ത്? എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ. 41 ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം എന്നാണ് ഗിദയോൻ പറഞ്ഞത്? പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. 42 ഗിദയോനും കൂടെയുള്ളവരും പാളയത്തിൻ്റെ അതിർത്തിയിൽ എത്തിയത് എപ്പോൾ? മധ്യാരംഭത്തിൽ. 43 ഗിദയോനും കൂടെയുള്ള സംഘവും മധ്യാരംഭത്തിൽ എപ്പോഴാണ് പാളയത്തിൻ്റെ അതിർത്തിയിൽ എത്തിയത്? ഭടന്മാർ കാവൽ മാറുമ്പോൾ. 44 പാളയത്തിൻ്റെ അതിർത്തിയിലെത്തിയ ഗിദയോനും കൂട്ടരും കാഹളം മുഴക്കിയതിനു ശേഷം എന്താണ് ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 45 എത്ര ഗണങ്ങളാണ് കാഹളം മുഴക്കിയത്? 3 ഗണങ്ങൾ. 46 അവർ കാഹളവും പന്തവും പിടിച്ചത് എങ്ങനെ? ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ കാഹളവും പിടിച്ചു. 47 ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ കാഹളവും പിടിച്ചുകൊണ്ട് അവർ ആർത്തു വിളിച്ചതെന്ത്? കർത്താവിനും ഗിദയോനും വേണ്ടി ഒരു വാൾ എന്ന്. 48 താവളത്തിനു ചുറ്റും ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ശത്രുസേന ഓടിപ്പോയി, അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. 49 എത്ര കാഹളങ്ങളാണ് പാളയത്തിൽ മുഴങ്ങിയത്? 300 കാഹളങ്ങൾ. 50 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചതെന്ത്? തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ. 51 കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചതനുസരിച്ച് പട്ടാളക്കാർ
ഓടിയത് എവിടം വരെ? പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബത് ഷിത്ത വരെയും തബാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി. 52 7:23 അനുസരിച്ച് മിദിയാൻകാരെ പിന്തുടർന്നത് ആരെല്ലാം? നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ. 53 മിദിയാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ എന്ന് ഗിദയോൻ ദൂതന്മാരെ അയച്ച് പറഞ്ഞത് ആരോട്? എഫ്രായിം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ളവരോട്. 54 എഫ്രായിം മലനാട്ടിൽ വസിച്ചിരുന്നവരോട് എന്തെല്ലാം പിടിച്ചടക്കാനാണ് ഗിദയോൻ പറഞ്ഞത്? ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ. 55 നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽപ്പെട്ട ഇസ്രായേൽക്കാർ മിദിയാൻകാരെ പിന്തുടരവേ പിടികൂടിയ മിദിയാൻ പ്രഭുക്കൾ ആരെല്ലാം? ഓറബ്, സേബ്. 56 ഓറബിനെ കൊന്നുകളഞ്ഞത് എവിടെ വെച്ച്? ഓറബ് ശിലയിൽ വെച്ച്. 57 സേബിനെ വധിച്ചത് എവിടെ? സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ച്. 58 ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ ആരുടെ അരികിൽ എവിടെ കൊണ്ടുവന്നു? ജോർദാൻ്റെ അക്കരെ ഗിദയോൻ്റെ അടുത്ത്.